എപ്പോഴും ബിസിയാ. ഫെബ്രുവരി അല്ല വരുന്നേ. അതോ ഫെബ്രുവരിക്ക് ബിസി ആവൂലേ? ഒന്ന് വരുമോ വീഡിയോ എടുക്കാൻ? വീഡിയോ എടുക്കണ്ടേ? ഇല്ല പറ്റില്ല. നമ്മുടെ ചാനലില് വീഡിയോ എടുക്കണ്ടേ? അതെ, ഒരു 5 മിനിറ്റ് ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് വരാം. ബൈ ബൈ. വിളിക്കാം. നമുക്ക് പെണ്ണില്ല, നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് എന്തെടുക്കുക ഫെബ്രുവരി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വെഡ്നെസ്ഡേ ചലഞ്ച് നടത്തിക്കൂടെ? എന്ത് ചലഞ്ചാ? ഫെബ്രുവരി 14 അടുത്തായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഈറ്റിംഗ് ചലഞ്ച്, ഡയറി മിൽക്ക്. ഓ ഫ്രഷ് അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് തല്ലുകൊള്ളി പുതിയൊരു ഫ്രഷ് ചലഞ്ച് വിത്ത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചലഞ്ചാണ് ഡയറി മിൽക്ക് ഈറ്റിംഗ് ചലഞ്ച്. അപ്പൊ ഞങ്ങൾ 3 പേരാണ് ഡയറി മിൽക്ക് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ആര് ഫിനിഷ് ചെയ്യണമെന്നതാണ് ഇന്നത്തെ ചലഞ്ച്. കുഞ്ഞി ചലഞ്ചാണ് കേട്ടോ. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സണെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, ഡയറി മിൽക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 ഓരോന്ന് ആദ്യം കഴിച്ച് തീർക്കാട്ടാ. അപ്പൊ തുടങ്ങട്ടെ, എന്നിട്ട് വിളിക്കാം കിട്ടോ. ആരും വരെ ചെയ്തിട്ടില്ല യൂട്യൂബിൽ എന്റെ തലച്ചോറിന്റെ കണ്ടുപിടുത്താണ് ഗൈസ്. അപ്പൊ നമ്മൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, പൊളിച്ചു ഇനി പൊളിക്കില്ല. ഞാൻ ഭയങ്കര ടാസ്കാണ് ഗൈസ്. പൊളിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കഴിക്കാൻ എത്ര പ്രശ്നമില്ല. യെസ്, അങ്ങനെ ഞാനിത് ഫുൾ ഞാൻ കുട്ടീനെ പൊളിച്ചിരിക്കുകയാണ്. ഓ എന്റെ വെഡ്നെസ്ഡേ. ആദ്യം നമ്മളൊരു സാധനം കഴിക്കണേറ്റ് മുമ്പ് നമ്മൾ അതിനെ ആസ്വദിക്കണം. ചലഞ്ച് അതൊന്നും കൂടിയാറില്ല. ഞാൻ എന്ത് സാധനം കഴിക്കണേറ്റ് മുമ്പ് മണക്കാറുണ്ട്. ചോക്ലേറ്റ് ശരിക്കും പതുക്കെ കഴിക്കണം ഗൈസ്, എന്നാലേ ഇതിന്റെ കിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഇത് കഴിക്കുന്നു? അവള് പോക്കിട്ട് കൊണ്ടോ. നമ്മള് ഇവന്റെ എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ എന്തായാലും വെഡ്നെസ്ഡേ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട് ചോദിച്ചേക്ക് ഇതിന്റെ ഇടയ്ക്ക്. ഓക്കെ, കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആരാണ് നിന്റെ സെലിബ്രിറ്റി ക്രഷ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇട്ടാ? കൊറേ ചോദിച്ചാൽ കൊറേ ഉണ്ടാവും. ഓക്കെ, എന്താണ് ഉണ്ണിയുടെ സെലിബ്രിറ്റി ക്രഷ്? ആരാണ് സെലിബ്രിറ്റി? അയ്യോ ആരും പറയണേ. പറയൂ, ആരാണ് ശരിക്കും പറ. ഡിക്യുന് ഇത്ര ഇഷ്ടം? ഡിക്യു ഫാനാണ്, ഇഷ്ടമാണ്. ഇത്ര പറഞ്ഞു ഡയറി മിൽക്ക് ഇത്ര നേരം തിന്നാൻ പറ്റാതെ നീ പറ നിന്റെ ആരാ? എനിക്ക് ക്രഷോട് ക്രഷാണ്. ഞാൻ പറയാ ചെറുപ്പം അത് തന്നെ പറയണ്ടേ. വേണ്ട, സിമ്പിൾ ആയിട്ട് ഞാനൊരു 10ാം ക്ലാസ് തൊട്ടുള്ള പറയാം. 10 പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ അടുത്ത് വിമൽ എന്ന് പറയുന്ന ഒരു തമിഴ് നടനുണ്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു. തമിഴ് എന്ന് പറയുമ്പോ ബംഗാളിയാണ്. വിമലിനല്ല, ഒരു നല്ല നടനാ. ഒരു തമിഴ് ഒരു പാട്ടുണ്ട് തമിഴ്, കഞ്ചാടെ കാട്ടി. കോപ്പിറൈറ്റ് ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കഞ്ചാടെ കാട്ടി ഈ പാട്ടിന്റെ നായകൻ. എനിക്കൊരു കഴിവറിയില്ല. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് എനിക്ക് ഇഷ്ടം ദേവരക്കൊണ്ടേനെ ആ ഗീത പോകുന്ന സമയത്ത് ഇഷ്ടമായിരുന്നു.
പിന്നെ പാടെ വലിയ കാര്യമില്ല. പിന്നെ പിന്നെ നാട്ടിൽ കിട്ടും. ഒരുപാട് ആ സമയത്തല്ലേ ഗൈസ് കൊണ്ട് ഹിറ്റ്. ഇപ്പൊ ലൈഗർ ഇറങ്ങി പിന്നെ ആൾക്ക് ഒന്നുമില്ല. നമ്മള് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പറയൂ ആൾക്കാരുണ്ട്. കൊച്ചേ. ഇപ്പൊ അറിയിക്കട്ടെ കൊറേ ഉള്ളതുകൊണ്ട് ഇപ്പൊ ആരാ ഇപ്പൊ എനിക്ക് RDXത്തെ പെപ്പേനെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ ആ പെപ്പയാണ് ഇപ്പൊ. ശരി, അതായത് നമുക്ക് ഗെയിം ഇവർ രണ്ടാളും തീരുന്നില്ല. അപ്പൊ നമുക്കിനി ഇതിലെ വിജയ് ആരാണ്, മീൻസ് രണ്ടാമത്തെ ആരാ വിജയം നമുക്ക് നോക്കാം. ഇത് കണ്ട നമുക്ക് മനസ്സിലാവാൻ പറ്റും 3-3. പിന്നെ ഇതില് കറക്റ്റ് പകുതിയുടെ ഒരു ചെറിയ പീസ്, ഇത് ഫുള്ളിനേക്കാൾ തുള്ളി കുറച്ചാ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വിജയായി ഈ കഴിച്ച ആളെയാണ് പറഞ്ഞത്. അപ്പൊ തോറ്റതാണെന്ന് മനസ്സിലായാലും ഇത്ര നേരം വായടിച്ച് അപ്പൊ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വെഡ്നെസ്ഡേ സ്പെഷ്യൽ ഡയറി മിൽക്ക് ചലഞ്ച് കുറച്ച് ചിറ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിരിക്കും. ബൈ ബൈ, ഹാപ്പി വാലന്റൈൻസ് ഡേ.